മഹാഗുരു ശരണം. അപ്പോൾ ഇന്ന് ഹരിഗുരു സ്മരണയുടെ ഇന്ന് മാർച്ച് 9-ാം തീയതി എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്നൊരു യാത്ര പ്ലാൻ ചെയ്തതാണ്, പക്ഷേ ചെറിയൊരു അസൗകര്യം വന്നു. അതുകൊണ്ട് ഇന്നും കുറേയധികം ആൾക്കാരെ വിളിക്കാം എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ തൊട്ട് കുറേയധികം ആൾക്കാരെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ഇനിയും വിളിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്പരെന്ന് പറഞ്ഞാൽ വൈഫൈയിൽ മാത്രം വർക്ക് ചെയ്യുകയാണ്. ഓണാക്കിയ പല കോളുകൾ വരുന്നതുകൊണ്ട് വൈഫൈയിൽ മാത്രം വർക്ക് ചെയ്യുകയാണ്, ക്ഷമിക്കുക. പിന്നെ വിളിക്കണമെന്നുള്ളവരെ ഞാൻ വേറൊരു നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്, അതും അറിയിക്കുന്നത് കേട്ടോ. അപ്പോൾ പലരും സങ്കല്പത്തെക്കുറിച്ച് എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സങ്കല്പശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിളായിട്ട് നടത്തുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ വീട്ടിലൊരു ഹോമം നടത്തുന്നു എന്ന് വെച്ചു, പൂജ ഹോമം ഭഗവത്സേവ എന്തോ ആവട്ടെ. അപ്പോൾ നടത്തുന്ന ആൾക്കാർ, ഇപ്പോൾ ഞങ്ങൾ നടത്തുകയാണെങ്കിൽ ഞങ്ങൾ അത് നടത്തുന്ന ചടങ്ങ്, ആ കർമ്മം എന്താണോ അതിൻ്റെ പുരോഹിതനാരാണോ, ഈ 3 പേരുമായിട്ട് ട്രയാങ്കിളായിട്ട്. അപ്പോൾ ആ പൂജ നടത്തുന്നതിന് ഒരു ഇത് കാണും, എന്താണ്, ഒരു ആവശ്യം കാണും. അപ്പോൾ ആ ആവശ്യം നടക്കാനായിട്ടാണ് പൂജ നടത്തുന്നത്. അപ്പോൾ അതാണ് സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സാമ്പത്തികമായിട്ട് ചിലവുണ്ട്. ചിലർ പല പൂജകളും നടത്തിയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടും ചിലപ്പോൾ ഫുള്ളി സക്സസ്ഫുള്ളായി കാണുകയില്ല. പൂജ നടത്തിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടും, അതിന് സംശയമൊന്നുമില്ല. ഇതിലൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാർമ്മികം എന്ന് പറയുന്നത് നമ്മുടെ ഓറയിലാണുള്ളത്. നമുക്ക് 7 ലെയർ ഓറയുണ്ട്. അപ്പോൾ ഈ ഓറയിലാണ് നമ്മുടെ കാർമ്മികമുള്ളത്. അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് ആ പൂജാരി നമ്മുടെ തലയിൽ കൈവച്ച് 2 കൈയും വെച്ച് തലയിൽ വെച്ച് അനുഗ്രഹിച്ചാൽ നമ്മുടെ ഓറ കുറേയൊക്കെ ക്ലീൻ ആവും. പക്ഷേ അത് ചെയ്യുന്നവർ വളരെ കുറവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ആ കാർമ്മികം അവരിൽ പോവുകയാണ്, മനസ്സിലായി. അപ്പോൾ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ഈ തലയിൽ എന്തുകൊണ്ട് കൈവയ്ക്കുന്നു, അവർ പൂജ ചെയ്തതിൻ്റെ ആ പുണ്യം, അത് എന്താണോ അവർ ആർജിച്ചിരിക്കണം, അതിൽ നിന്ന് ഊർജ്ജം ആർജിച്ചിരിക്കണം. നമ്മൾ തൊഴുന്നതിൻ്റെ ഊർജ്ജമാണ് നമുക്ക് കിട്ടിയിരിക്കണം. അവർ ആ പൂജ ചെയ്തതിൻ്റെ ഊർജ്ജം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഡിവൈൻ എനർജി ഉണ്ട്. അതാണ് തലയിൽ കൈവച്ച് പാസ് ചെയ്യുന്നത്. അത് വിശ്വാസമുള്ളവർ മാത്രം തലയിൽ കൈവച്ചിട്ട് കാര്യമോ, ഇവർക്ക് തലയിൽ കൈവച്ചിട്ട് എന്ത് നടക്കാനാണെന്ന് വിചാരിച്ചാൽ അത് വെപ്പിക്കരുത്. ഗുണത്തെക്കാളും ദോഷം ചെയ്യും. ഓക്കെ, അത് വേറെ ഇത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പലരും പറയുന്നുണ്ട്, സാറേ ഞങ്ങൾക്ക് വേണ്ടി സങ്കല്പം ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യണം. ഞാൻ സത്യം പറഞ്ഞാൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറഞ്ഞ് ഉൾപ്പെടുത്തും, അതൊക്കെ വേറെ. സാധാരണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുലഗുരുവായിരുന്ന ശ്രീനിവാസ് സുധീന്ദ്ര സ്വാമികൾ 82-ലൊരു 17 ശ്ലോകങ്ങൾ എഴുതി തന്നു. ആ 17 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഒരു പ്രസിദ്ധമായ അമ്പലമുണ്ട് കൊച്ചി, തിരുമല ദേവസ്വം. അവിടുത്തെ ദേവൻ, അത് വിജയനഗര സാമ്രാജ്യത്തിലെ മരതകപ്പച്ച കൊണ്ടുള്ള ഒരു വിഗ്രഹമാണ് അവിടെയുള്ളത്. അതിൻ്റെ ഡിവൈൻ എനർജി ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധി എന്ന് തുടങ്ങി നാരായണായത് സമർപ്പിയാമി എന്ന് വരെയുള്ള 17 ശ്ലോകങ്ങളുണ്ട്, ഓരോ ദേവതകളെ എഴുതിയത്. അതാണ് സാധാരണഗതി ഞങ്ങളുടെ ആൾക്കാരുടെ വീടുകളിലൊക്കെ ചൊല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഗ്രന്ഥം അദ്ദേഹം, ഞങ്ങളുടെ ഒരു വോളണ്ടിയേഴ്സ് ഇങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു 3 ദിവസത്തെ ക്യാമ്പ് നടത്തിയിരുന്നു 84-ലോ മറ്റേ ചെറായിൽ. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ദിവ്യഹസ്തങ്ങളാൽ ശ്രീകൃഷ്ണ സേവാ പദ്ധതി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം കിട്ടി. അതിൽ പല പൂജാ സമ്പ്രദായങ്ങൾ, പുരുഷ സൂക്തം, അങ്ങനെ കുറേ മന്ത്രങ്ങൾ, ഇതൊക്കെയാണ്. അത് എങ്ങനെ ചെയ്യണം, അതിനകത്ത് സ്വസ്തി പ്രാർത്ഥന എന്ന് പറഞ്ഞ് കിട്ടി. എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താന്ന് തുടങ്ങി ലാസ്റ്റ് കരചരണകൃതമ്പ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുറേ ശ്ലോകങ്ങളുണ്ട്. ഇപ്പോൾ 20-21 ശ്ലോകമുണ്ട്. കാണപ്പാടം അറിയാം, പക്ഷേ എത്ര എണ്ണം ഉണ്ടെന്നറിയില്ല. അത് ചൊല്ലും, മനസ്സിലായി. അങ്ങനെയാണ് ഇത് വരുന്നത്. ഈ സങ്കല്പശക്തിയിലൊരു കാര്യം ഓരോരുത്തർ പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ആർക്കെങ്കിലും ബ്ലെസ്സിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പൂജയൊന്നും നടത്തുന്നില്ല. ഇപ്പോൾ ആരെങ്കിലും ആവട്ടെ, ഇപ്പോൾ എൻ്റെ ആ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുന്നവരുണ്ട്, അനുഭവമുണ്ട്, ഞങ്ങൾക്കിത് അനുഭവം ഉണ്ടെന്നൊക്കെ പറയുന്നവർ, ഒന്നിലധികമോ തവണ ബ്ലെസ്സിങ് വാങ്ങിയ ആൾക്കാരാണ്. ആ ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു എനർജി പാസിംഗ് ആണ്, മനസ്സിലായി. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വീടുകളിൽ പോയിട്ട് മെഡിറ്റേഷൻ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ എത്രയായാലും നമ്മുടെ വീടുകൾ ആരും ആവട്ടെ, ഏത് ജാതി മതമാവട്ടെ, അവർ ഡിവൈനായിട്ട് കുറേ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിനെ വിവിധ രൂപങ്ങളിൽ ആരാധിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിവൈൻ എനർജി അവർക്കുണ്ട്. പക്ഷേ നമ്മൾ ആരാധിച്ചത് കൊണ്ടോ വിശ്വസിച്ചത് കൊണ്ടോ നമ്മുടെ കാർമിക് ബ്ലോക്സ് മാറുകയില്ല. ഇതെൻ്റെ മാത്രം അറിവാണ് കേട്ടോ, ഇത് ആധികാരികമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ കാർമിക് ബ്ലോക്സ് മാറാത്തത് അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പല കാര്യങ്ങളാണ്, ചില സോൾസിൻ്റെയൊക്കെ നമുക്ക് പ്രസൻസ് മനസ്സിലാവും അവിടുത്തെ ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട്.
അപ്പോൾ ആ സോൾസിൻ്റെ പ്രസൻസൊക്കെ മനസ്സിലാക്കി അത് വെച്ചിട്ട് അവരെ ബ്ലെസ് ചെയ്യണം, അവരുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലെ ആഗ്രഹങ്ങൾ. അപ്പോൾ പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാനായിട്ട്. യൂണിവേഴ്സിന് ആഗ്രഹങ്ങൾ ഇല്ലാത്തതൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ ചിന്തിക്കണതെല്ലാം നടക്കും. അതുകൊണ്ടാണ് പറയുന്നത് ദുഷ്ടനെ പന പോലെ വളർത്തുന്നത്. അവനിൽ പോസിറ്റീവ് അല്ലാത്ത ആഗ്രഹങ്ങൾ അവനുണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവായ ചിന്തകൾ കുറേ ഉണ്ട്. ഇത് അവനെ പന പോലെ വളർത്തും. പിന്നെ അവൻ്റെ കാർമിക് ബ്ലോക്ക് അതുപോലെ ആയിരിക്കും. അപ്പോൾ ഈ സങ്കല്പം ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സങ്കല്പം ചെയ്യുമ്പോൾ സാധാരണ അവരുടെ അടുത്ത് ദക്ഷിണ വാങ്ങിക്കാണ്ട് ആരും എനർജി പാസ് ചെയ്യില്ല. അത് റെയ്ക്കി ആണെങ്കിലും തേർഡ് ഐ ഹീലിംഗ് ആണെങ്കിലും കുണ്ടലിനി ദീക്ഷ എടുത്തതാണെങ്കിലും അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗ് അങ്ങനെയൊക്കെ പറയുന്ന ഓരോ എനർജി ചാനലൈസ് ചെയ്ത ആൾക്കാരുണ്ട്. ഞാനിത് ചെയ്യുന്ന എൻ്റെ ഗുരു പറഞ്ഞ് തന്നത്. പിന്നെ തേർഡ് ഐ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രതീസായി തിരുമേനി എടുത്തുനിന്ന് നാദ ദീക്ഷ എടുത്തിട്ടുണ്ട്, മനസ്സിലായി. അതിനുശേഷം ഇങ്ങനെ വലുത് ചെവിയിൽ ഇങ്ങനെ നാദം കേട്ടുകൊണ്ടിരിക്കും. അത് അദ്ദേഹത്തിന് ഞാൻ നമസ്കാരം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ആ നാദ ദീക്ഷ കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു എനർജിയിലാണ് വർക്ക് ചെയ്യണത്. പക്ഷേ എൻ്റെ ആദ്യത്തെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണപ്രാന്തിരി തിരുമേനി പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഇങ്ങനെ ഓരോ ദീക്ഷകളും ക്ലാസ്സുകളിലും പോയപ്പോൾ എനിക്ക് അദ്ദേഹം തന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റി. 40 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇപ്പോൾ ആധുനികമായിട്ട് പഠിച്ചത്, ആധുനികമല്ല ശരിക്ക് പണ്ടത്തത് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാക്കാനുള്ള പരിമിതികൾ മൂലം ഈ ക്ലാസ്സുകൾക്കെല്ലാം പോയപ്പോഴത്തേക്കാണ് അത് മനസ്സിലായത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ബ്ലെസ് ചെയ്യണത്. അത് എല്ലാവർക്കും ഒന്നുമില്ല. നമുക്ക് നിയോഗം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവരെ മാത്രമേ ബ്ലെസ് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് എല്ലാവർക്കും ഒന്നും ബ്ലെസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ബ്ലെസ് ചെയ്യുന്നതിന് സാധാരണ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കും. ഇപ്പോൾ ഞാൻ ടാരറ്റ് റീഡിങ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് 3 പേരുടെ 4 പേരുടെ കാര്യം നോക്കാനായിട്ട് 11,500 രൂപ മറ്റോ വാങ്ങിച്ചത് ഒരു 2 വർഷം മുമ്പ്. ഞാൻ ഈ തേർഡ് ഐ ദീക്ഷ എടുക്കുന്നതിനും ഇതുപോലെ ചാനലിൽ കണ്ടിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ തേർഡ് ഐക്ക് ആണെങ്കിൽ അതിൻ്റേതായ ഫീസുണ്ട്, കുണ്ടലിനി എല്ലാത്തിനും ഫീസുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം കഴിയാവുന്നതും സാമ്പത്തിക ക്രയവിക്രയം, സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിയുന്ന ഏറ്റവും വലിയ കാർമിക് വരുന്നതാണ്. പക്ഷേ വാങ്ങിക്കുന്നതിൻ്റെ അടുത്ത് വാങ്ങിക്കണം. അപ്പോൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ ബ്ലെസ്സിങ് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്ക് കുന്നിക്കുരു ജപിച്ചു കൊടുക്കും. അത് ഒരു ഇൻഡ്യൂഷൻ കിട്ടിയ ഒരു കാര്യമാണ്. കുന്നിക്കുരുവും കുറേ കോയിൻസുമായിട്ട് ഇന്നലെയും ഒരു പാർട്ടിക്ക് ജപിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കോയിൻസുമായിട്ട് ജപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് ഡെയിലി അതിൽ കോയിൻസ് ഇട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയും. പിന്നെ അതിൽ നിന്ന് കുറച്ച് കോയിൻസ് എണ്ണാണ്ട് എടുത്ത് തരാൻ പറയും. അങ്ങനെയാണ് ദക്ഷിണ വാങ്ങിക്കണം. കാര്യം എത്ര തന്നു എന്ന് അവരും അറിയരുത്, എത്ര കിട്ടിയെന്ന് ഞാനും അറിയണ്ട. ഞാനിത് കിട്ടണതൊക്കെ കൂട്ടി വയ്ക്കാറാണ്, മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ദക്ഷിണ വാങ്ങിച്ചിട്ട് സങ്കല്പം ഇത് ചെയ്യുന്നത്. ചില ആൾക്കാരെ ഇപ്പോൾ ഇതിൽ കോൺടാക്റ്റ് ചെയ്തവരെ തന്നെ വീഡിയോ കോളിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്ത് അവർക്ക് അവരറിയാണ്ട് തന്നെ ബ്ലെസ്സിങ് കൊടുത്തിട്ടുണ്ട്. അവരോട് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞ് ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ് ബ്ലെസ് ചെയ്തിട്ടുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ. അവരോടത് ബ്ലെസ്സിങ് എന്ന് പറഞ്ഞിട്ടില്ല. കാര്യം പറഞ്ഞാൽ ബ്ലെസ്സിങ് എന്ന് ഞാൻ പറഞ്ഞാൽ ദക്ഷിണ വാങ്ങിക്കണം. അപ്പോൾ അതില്ല, ജസ്റ്റ് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ ശരിക്കും സത്യമായിട്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാമോയെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പാടില്ല. പക്ഷേ എല്ലാവരോടും കാശ് വാങ്ങിക്കരുത്. എല്ലാവർക്കും സാമ്പത്തിക ഇതുള്ളത് കൊണ്ട് കാശ് ഇതിനുള്ളൊരു മാധ്യമമാക്കരുതെന്ന് നിർബന്ധം മനസ്സിൽ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തീരെ ഇതില്ല, അവർക്ക് ബ്ലെസ് ചെയ്യണം, എനർജി പാസ് ചെയ്യണം, അവിടുത്തെ എനർജീസ് എനിക്ക് ചാനലൈസ് ആകുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും സംസാരിച്ചപ്പോൾ അവിടുത്തെ ഏതൊക്കെ എനർജിയാണ് ചാനലൈസ് ആയിരിക്കണമെന്ന് സംസാരത്തിൽ നിന്ന് ആദ്യം അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ പറയും, അതിങ്ങനെ ഉണ്ടെന്ന് പിന്നെ മനസ്സിലായി എന്ന് പറയും. കാര്യം അങ്ങനെ എനർജി ചാനലൈസ് ആയവരെയാണ് വിളിക്കാൻ സാധിക്കുന്നത്. അത് റാൻഡമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ചിലർ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ വിളിച്ചില്ല, ഇത് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് മനഃപൂർവ്വമല്ല, എനിക്കത് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അയക്കുന്നവർ ദയവ് ചെയ്ത് ആദ്യം റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പേര്, വയസ്സ്, നക്ഷത്രം, ഇപ്പോൾ ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാനത് സേവ് ചെയ്തിരിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ് കേട്ടോ. അങ്ങനെ കുറേ അധികം പേരുടെ സേവ് ചെയ്തിട്ടുണ്ട്. അതിൽ മറുപടി വോയിസ് ആയിട്ട് കൊടുത്ത ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ ഇതിനകത്ത് മെഡിറ്റേഷൻ്റെ കാര്യമൊക്കെ പറയുന്നു. ഓരോരുത്തരും ചെയ്യുന്ന മെഡിറ്റേഷൻ അവരവർ ചെയ്യുക. പിന്നെ ശ്വാസത്തിൽ ശ്രദ്ധിക്കലാണ് മെയിൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അത് പല രീതിയിലാണ്, പല രീതി പൂരകം, കുംഭകം, രേചകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ആട്ടെ, അതൊരു വേറൊരു വിഷയം. ക്രിയായോഗയും ഇതൊക്കെ ആയിട്ട് വേറൊരു വിഷയം. അത് വലിയ തലത്തിലാണ്. ഞാൻ അവിടം വരെ ഒന്നും എത്തിയിട്ടില്ല. ഞാൻ ബ്രഹ്മശ്രീ കൃഷ്ണപ്രാന്തിരി തിരുമേനി പറഞ്ഞ പോലെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്നു, ഇൻഡ്യൂഷൻസ് കിട്ടുന്നു. അത് വെച്ച് പല ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു. അതൊരു നിയോഗമായിട്ട് കാണുന്നു.
പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രാർത്ഥനയുടെ സമയത്ത് എന്ത് ചെയ്യണം ഇതെന്ന് പറയുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നമ്മൾ ഫോട്ടോ കാണുമല്ലോ വീട്ടിൽ, ആ ഫോട്ടോയിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. കണ്ണ് ഇമ വെട്ടാണ്ട് നമ്മൾ ഇരിക്കാൻ നോക്കിയാലും നമ്മൾക്ക് ശ്രദ്ധ കാണും. ഇമ വെട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധ പോകും, മനസ്സിലായി? ഇമ വെട്ടാണ്ട് നോക്കുക. പിന്നെ കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. പെട്ടെന്ന് മുഖത്ത് ഈച്ചയോ അല്ലെ കൊതുക വന്നിരുന്നാൽ നമുക്കറിയാം. നമ്മുടെ മുഖത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ എന്താണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചിരുന്ന കാര്യം ഞാനിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇതില്ല ആവശ്യപ്പെടാറേ ഉള്ളൂ എന്ന്. അത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അവരുടെ ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പതുക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ വരുള്ളൂ. കാര്യം അത് 1.5 വർഷമായിട്ട് അവരെ ബ്ലസ് ചെയ്യാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സങ്കല്പശക്തിയൊക്കെ ആൾക്കാർ പറയുന്നത് നിയോഗമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയുള്ളവരെ വീഡിയോ കോൾ ഞാൻ ചെയ്യാറുണ്ട്. കോൾ ചെയ്ത് സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുമ്പോഴും കാര്യം നമ്മുടെ 7 ചക്രങ്ങളിൽ നിന്ന് എനർജി പുറത്തേക്ക് പോകുന്ന ഒരേ ഒരു ചക്രം വിശുദ്ധി ചക്രമാണെന്നാണ് എൻ്റെ ഗുരു പറയുന്നത്. വേറെ ഒരിതിലും പ്രാർത്ഥനയിൽ എനർജി പോണത് ആജ്ഞാചക്രത്തിൽ നിന്നാണെന്ന് പറയുന്നു, പ്രാർത്ഥന. പക്ഷേ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ആജ്ഞാചക്രത്തിൽ നിന്ന് പോകുന്നത് പരാതികളാണ്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ച് അത് തന്നെ പോയിട്ട് അത് തന്നെ തിരിച്ച് റിട്ടേൺ വരികയാണ്, മനസ്സിലായി? അതുപോലെ തന്നെ ചിലർ കടം വാങ്ങിച്ച് പൂജ ചെയ്യരുത് എന്ന് പറയുമ്പോഴത്തേക്കും പറയണം, കടം വാങ്ങിച്ചാൽ നമ്മൾ പലിശ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏത് എനർജിയിലാണ് നമ്മൾ പൂജ ചെയ്തിരിക്കുന്നത്? കടം വാങ്ങിച്ച എനർജിയിൽ പൂജ ചെയ്യുമ്പോൾ ഏത് പ്രവൃത്തിയിലൂടെയാണോ നമ്മൾ ആ ഊർജം സ്വീകരിച്ചത് ആ പ്രവൃത്തിയിലേക്ക് ഊർജ്ജം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെയും നമ്മൾ കടം വാങ്ങിച്ച് പലിശ കൊടുത്തുകൊണ്ട് പൂജകൾ ചെയ്തുകൊണ്ടിരിക്കും. അതാണത് ചെയ്യരുതെന്ന് പറയണം. അപ്പോൾ ഇത്രയും മാത്രം അറിഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാണ്ട് അടുത്ത വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനകൾക്ക് ശേഷം ഇന്ന് കുറേ പേരെ വിളിച്ചു കേട്ടോ. അത് രാവിലെ തൊട്ട് വിളിച്ച് അതാണ് കണ്ണ് തൂങ്ങിയൊക്കെ ഇരിക്കണത്. ക്ഷമിക്കുക, ഈ മൊബൈലിൽ ഇങ്ങനെ നോക്കിയൊക്കെയാണ്, ക്ഷമിക്കുക. അപ്പോൾ എൻ്റെ ഉപാസനകൾക്ക് ശേഷം ഇന്ന് ഞായറാഴ്ച എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കുടുംബസമേതം ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ്വമനോകാമനാഭീഷ്ടം ഉണ്ടാകാനും കുടുംബത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം, സമൃദ്ധി ഉണ്ടാകാനും അതുപോലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല മാർക്ക് വാങ്ങിയ ഉന്നത വിജയം, അവരാഗ്രഹിച്ച രീതിയിൽ സർവീസോ ജോലിയോ പ്രൊഫഷനോ എല്ലാം അവർക്ക് കിട്ടാനായിട്ട്, അതുപോലെ എല്ലാവരും ചെയ്യുന്ന ജോലിയിലോ വ്യാപാരത്തിലോ ഉത്തരോത്തര അഭിവൃദ്ധി ഉണ്ടാകാനും എല്ലാവരുടെ ജീവിതത്തിനും സദാ സർവദാ സർവത്ര പരാശക്തിയുടെ ഗോൾഡൻ ഓറ പ്രൊട്ടക്ഷൻ ലഭിച്ച് ജീവിതം വളരെ സന്തോഷകരം, ഹാപ്പി, ഹെൽത്തി, വെൽത്തി, ലോങ് ലൈഫ് വിത്ത് ഫാമിലി സംഭവിക്കാനായിട്ട് എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും പരമാത്മാ പരാശക്തിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.